എന്താ ഇതെങ്ങനെ ഇവിടെ വന്നു? വേടിക്കുറ്റിയോ? ഇതെങ്ങനെ ഇവിടെ വന്നു? ആ, ഭരതനായിരിക്കും. ഭരതനോ? അയാള് രാത്രി എന്തിനാ ഇവിടെ വന്നു? ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി മോളെ. ഞാൻ അവനോട് പറഞ്ഞിരുന്നു അയലത്തെ ചെറുക്കന്മാര് രാത്രി ഇവിടെ വന്ന് ശല്യപ്പെടുത്തുന്ന കാര്യം. അമ്മയ്ക്ക് പറയാൻ വേറെ ആരെയും കിട്ടിയില്ലേ? ഭരതനോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? അവൻ നമ്മുടെ... എനിക്ക് ഇഷ്ടമല്ല. നാട്ടുകാരെ കൊണ്ട് പറയിച്ചേ അമ്മ അടങ്ങും അല്ലേ? ഇവൾക്ക് എന്ത് പറ്റി? ഭരതേട്ടാന്ന് തികച്ചും പറയാത്ത ഇവളെന്താ ഇപ്പൊ അവന്റെ പേര് കേൾക്കുമ്പോ ഉറഞ്ഞു തുള്ളുന്നത്? എടാ ഉണ്ണി, പുറത്ത് വരുന്ന മൂത്രം ഒഴിക്കടാ. ഇതൊന്നും വേണ്ട വിളിക്കണേ. അതിലെ ചിലതൊക്കെ ദുബായാ. ഏത് ദുബായി ആണെങ്കിലും വേണ്ട. ആ, ഇവൻ കൊള്ളാം. ഇവനേതാ? അയ്യോ, ഇതിൽ അഡ്രസ് ഇല്ലല്ലോ, ഞാൻ നോക്കി അറിയിച്ചോളാം. ആ, ഇത് കൊള്ളാൻ നോക്കി. കൊള്ളാം, പക്ഷേ തലമുടി പഴയ ഫാഷനാ. ഓ, രക്ഷപ്പെട്ടു. ആ ഒരു കുറവല്ലേ നീ കണ്ടുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ ആണല്ലോ. ആ, ഇതൊന്ന് അന്വേഷിക്കും. ഒരു 10 രൂപ എടുത്ത് പണിക്കർ കൊടുക്കും. ആ, പിന്നെ ഈ വകയിൽ ഇപ്പൊ രൂപ 100 ഇതെങ്കിലും നടന്നില്ലെങ്കിൽ തന്റെ വീട്ടിൽ നിൽക്കുന്ന ക്രാവിനെ ഞാൻ അയച്ചു. അയ്യോ, അതൊന്നും വേണ്ട, ഇത് നടക്കും. ആശാനെ ഇപ്പൊ വരാ, ഭയങ്കര ചൂടാ, ഇതൊന്ന് കുടിച്ചോട്ടെ. എടാ ഭരത, ഒരു 20 ചില്ലറേന്റെ താടാ. അതിനെന്താ, തരാലോ. കമലമ്മേ, ഇത് എടുക്കാത്ത നോട്ടാണല്ലോ. ഇന്നലെ ഇരുട്ടത്ത് ഒരു ദ്രോഹി പറ്റിച്ചതാ. ഇതാ മോനെ. വെച്ച് പിന്നെ തന്നാ മതി. ഒന്ന് വാടാ വേഗം. ആ ഭരത, ഒരു കടം ബാക്കിയുണ്ട്. എന്ത് കടം? ഇതിന്റെ പുറത്ത് കയറ്റി എന്നെ സവാരി കൊണ്ടുവന്ന് ഏറ്റിട്ടുണ്ട്. അത്രേ ഉള്ളൂ, ഞാൻ പേടിച്ചു പോയി. കമലമ്മ എപ്പ വേണോന്ന് പറഞ്ഞാൽ മതി, ഞാൻ അപ്പ റെഡി. ഇപ്പൊ വേണോ? ഇപ്പൊ വേണ്ട, പിന്നെ മതി. എന്താ ഇത്ര തിടുക്കം? പതുക്കെ പോയാൽ പോരും. ഞങ്ങളെ പേടിയാണോ? വീട്ടിൽ ഗുണ്ടയെ എടുത്തിരിക്കുകയാണോ കാവല്? ഞങ്ങൾ വേണമെങ്കിൽ മാറി മാറി കാവലിരിക്കാം. എന്താ പെങ്ങളുടെ പേര്? ജോലിയോ അതോ ഇനി ഊമയാണോ? ഊമയാണെങ്കിൽ ആംഗ്യം കാണിച്ചാലും മതി. എന്തെങ്കിലും ഒന്ന് പറയുന്നേ, ഞങ്ങളൊന്ന് കേക്കട്ടെ. നിനക്കൊക്കെ എന്തിന്റെ അസുഖാടാ ശവികളെ? പോടാ, വെറുതെ കുടുംബത്തിരിക്കുന്ന പെമ്പിള്ളാരെ ഉപദ്രവിക്കാതെ പോ. താനാരാ പറയാൻ? ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു. വേണമെന്നേ, അവര് പോയിക്കോളും. എടാ ഒന്ന് തലയിട്ടേക്ക, ഒന്ന് പോടാ, ഒന്ന് പോടാന്ന്. പോടാ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് പോടാം. അങ്ങോട്ട് ഞങ്ങൾ പൊക്കോളാം, നിങ്ങൾ ഇങ്ങോട്ട് പൊക്കോ. അലമ്പ ഇപ്പൊ തോന്നുന്നുണ്ടോ കൂടെ ഒരു നായരുണ്ടായാൽ കൊള്ളാമെന്ന്? ഹലോ, ടൗണിലേക്കാണെങ്കിൽ ഇതേ പോകാം. അല്ല, ഞാൻ വേണമെങ്കിൽ ഇറങ്ങി തരാം, പ്രശ്നമാക്കണ്ട. ഏതാടാ ചെക്കന്മാര്? പുതുമുഖങ്ങളാണല്ലോ. അവർ ഈ തൊടിയിലെ കേശുനായരുടെ അനന്തരവന്മാരാ. ഇപ്പൊ കോളേജ് ലീവാണല്ലോ. സിദ്ധു മുത്തു ഇവിടെ നിൽക്കാന്നാ പറഞ്ഞു. അവർ രാഗം തീർന്ന് മുമ്പിൽ കാണുന്നു. ആഹാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരുന്ന ഞണ്ണുക. ഞാനും ആശാനും കൂടി നിങ്ങൾ എവിടെയല്ല അന്വേഷിച്ചെന്നറിയാവോ? നിങ്ങൾ ആ രാഗം തീർന്ന മുമ്പിൽ കാണുമെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ എത്ര നേരം എന്ന് വെച്ചാൽ അവിടെ കാത്തു നിൽക്കുക. എന്നിട്ട് ആശാനവിടെ? ആശാനവിടെ ഉണ്ട്. ആശാന് പാന്റും ഷർട്ടും മേടിക്കണമെന്ന്. എന്ത് ആശാന് പാന്റാ? സംഗതിയുള്ള തിരക്കിടില്ല. ഇട്ട് നോക്കണോ? ഇതെങ്ങനെ? വേണ്ട വേണ്ട. എന്താ വില? 275 രൂപ. അയ്യോ, നമുക്ക് മുതലാകുകയല്ല. ഒരു 150 രൂപ വരും, പറ്റുമോ? ഇവിടെ ഫിക്സഡ് പ്രൈസ് ആണ് സാറേ. വേണ്ട, പടാ. അത് എത്ര കാലമായിട്ട് ഇവിടെ ഇരിക്കുന്നതാ, കൊടുത്ത് ഒഴിവാക്കുന്നേ. വിളിക്കണേ വിളിക്കണേ. എന്താ? ഒരു 200 രൂപ തരാമോ? 175 രൂപ എന്നൊരു പൈസ കൂടുതലാണെങ്കിൽ ഉമ്മക്ക് വേണ്ട. പറ്റുമോ? ശരി, കച്ചവടം നടക്കട്ടെ. പോരട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്, വലിയ കടയുടെ ഷോ കണ്ട് കയറിയ അവന്മാര് നമ്മളെ പറ്റിക്കും. ഇതുപോലെ ചെറിയ കടയാണെങ്കിൽ നമുക്ക് വിലയും പേശാം, നല്ല സാധനവും കിട്ടും. മനസ്സിലായോ? മനസ്സിലായി. വേഗം ബാക്കി. ഏതായാലും ഒന്ന് കുശാലായി.
പോട്ടടാ. അയ്യോ, ഇത് ദൈവം. ആശാനോടൊന്ന് പറയണേ. എന്താടാ ക്യാമറ കാണണോ? അയ്യോ, ഞങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. കാണോ? ഒരാശയല്ലേ ആശാനെ? അതെന്താണെന്ന് അറിയാൻ. ആ, ആ. അയ്യോ, ആശാനെ ഇതിന്റെ അകത്ത് മുഴുവൻ ഇരുട്ടാണല്ലോ. അതെ, ഇന്റർവ്യൂലായി കാണും. അതാ ഇവിടെ ആളില്ലാത്തത്. ഈടാ. ഹായ്, എടാ, മുഴുവൻ ലൈറ്റിന്റെ കളിയാണല്ലോ. പെർ ഹെഡ് 40 റുപ്പീസ്. എന്താ? വാട്ട്? ഒരാൾക്ക് 40 രൂപ, ഓൾ റൈറ്റ്. 4 പേർക്ക് 160 രൂപ. കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഞങ്ങൾക്കും അറിയാടോ. പൈസ ആദ്യം കൊടുക്കണം. എന്തിനാ ഞങ്ങൾ തരാതെ ഓടിപ്പോവോ? ഇല്ല സാർ, അതാണ് ഇവിടുത്തെ രീതി. എന്നാ ഇപ്പൊ കാണണ്ട പുല്ല് വാടാ. ഏതായാലും കൊടുത്തേ പറ്റൂ. ഇപ്പഴേ കൊടുത്തേ ആശാനെ. വന്നതല്ലേ ആശാനെ? അതെ, എത്ര? 160 രൂപ അല്ലേ? ആശാൻ തരും, മേടിച്ചോ. ആശാൻ കൊടുക്കുന്നതേ കൊടുക്കുന്നത്. ആ കൊടുക്കും. നല്ല ആശാനല്ലേ? ആശാനല്ലേ? അയ്യോ, ചക്ര ആശാൻ. അയ്യോ, മനജേ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ചേട്ടൻ ഇനി പാന്റ് ഇട്ടാ മതി. നീ എന്നെ കളിയാക്കുകയാണോ? അല്ല, നന്നായിരിക്കുന്നു. പിന്നെ കുറച്ച് ടൈറ്റ് കൂടി പോയോന്ന് സംശയം. ബാഗി എപ്പോഴത്തെ ഫാഷൻ. ബാഗ്? അതെന്താണ് ബാഗ്? നിനക്കേ ഒരു സാരി വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ പെണ്ണ് കാണലുണ്ടെങ്കിൽ ഏതായാലും നല്ലതൊരെണ്ണം വാങ്ങണം. അപ്പോഴാവട്ടെ വിചാരിച്ചു. നല്ല സാരി എനിക്ക് ആവശ്യത്തിനുണ്ടല്ലോ. ഉണ്ട്, എന്നാലും നല്ല കാര്യത്തിനെല്ലാം നല്ലതാവണ്ടേ? ആ ആ. ഇന്നലെ നല്ല പരുവത്തിലായിരുന്നു ചേട്ടന്റെ വരവ്. കാല് ശരിക്കും നിലത്തുറച്ചിരുന്നില്ല. 100ന്റെ 200ന്റെ ബില്ലുകൾ പോക്കറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. വല്ലപ്പോഴും ഒരു തമാശയൊക്കെ വേണ്ടടി ചേട്ടന്. നിനക്കിത് എന്ത് തോന്നി വരതാ? അല്ല, ഇനി പാന്റ് ഇട്ടില്ല എന്ന് വെച്ചൊരു കുറവ് വേണ്ട. മുണ്ടൊക്കെ പഴഞ്ചനാണെന്ന് ചിലർക്കൊക്കെ തോന്നി തുടങ്ങി. ഭരതമ്മാമ്മയുടെ പാന്റിന് എത്ര കീശയാ? 3. ഈ പാന്റ് പഴയതാകുമ്പോ എനിക്ക് തരുമോ? എന്തിനാ? അമ്മയ്ക്ക് സ്റ്റീൽ പാത്രം വാങ്ങാനാ. എന്റെ പാന്റ് ഷർട്ടും ഒക്കെ കൊടുത്ത് അമ്മ സ്റ്റീൽ പാത്രം വാങ്ങി. ഇങ്ങോട്ട് വാടാ അസത്തെ. ആ, സംസാരത്തിനിടയ്ക്ക് വന്ന കാര്യം വിട്ടുപോയി. മാങ്ങയുടെ പൈസ വേണ്ടേ? 2 ദിവസം കഴിയുമ്പോ ആള് വരും മാങ്ങ പറിക്കാൻ. പറ്റേ? വാടാ. പോടാ അവിടുന്ന്. ഞാനെന്ത് ചെയ്യണം? തൊള്ളിക്കൊണ്ട് പോടാ. ഇതാ ഞാൻ പറയുന്നത്. വലിയ കടയാവുമ്പോ പഹയന്മാര് നമ്മളെ പറ്റില്ല. കടയാവുമ്പോ നമുക്ക് വിലയും ദേശം ഇങ്ങനെ നടുവേ വെച്ച് കീറുകയും ചെയ്യാം. കൊല്ലിക്കാൻ പോ. ഓടാ ഒന്ന്. വെള്ളം കണ്ടു. എന്റെ മുടിക്ക് വന്നേ. എന്നാലും ഒരു പെണ്ണിന്റെ ചിരി കാണാൻ വേണ്ടിയിട്ട് 175 രൂപ മുടക്കുക, എന്നിട്ട് ഡ്രസ് എടുക്കുക, അത് കീറുക, അവളുടെ മുമ്പിൽ നിന്ന് ചമ്മുക. എടാ കൊച്ചു കഴിവറവനെ, പെൺവേഷം കെട്ടിയ ഒരുത്തനത്തോടെ നീ എല്ലാം കൂടെ എന്റെ 160 രൂപ വലിപ്പിച്ചു. അതിലൊന്നും ആർക്കും ഒരു വിഷമമില്ല. എനിക്കൊരു അബദ്ധം പറ്റി, സമ്മതിച്ചു. അതിങ്ങനെ ഇടക്കിടക്ക് എടുത്തു പറഞ്ഞ് നീയെ കൂടെ ഞെളിയണതിനാടാ. വേലിപ്പത്തിലെ സാരി ചുറ്റിയതായാലും മതി നിനക്ക്. അതുകൊണ്ടാണല്ലോ എരുമയെക്കാളും ഘട്ടമായ ഒരെണ്ണത്തിന് വീട്ടിൽ വളർത്തുന്നത്. എരുമയാണെ പാലയിലും കിട്ടും, ഇത് അതുമില്ല. അനലക്ഷം വേണ്ട, സ്റ്റേറ്റ്മെന്റ് ഞാൻ പിൻവലിച്ചു. ഇനി മിണ്ടില്ല. എടാ, എനിക്ക് അവളെ ഇഷ്ടം. അത് പറയാൻ എനിക്കൊരു നാണവും ഇല്ല. അവൾ എന്ത് പറഞ്ഞാലും ശരി, അവളെ എനിക്ക് മറക്കാൻ ഒക്കില്ല.